ഗൈസ്, എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ്. ഒന്നുമല്ല, നമ്മൾ കോളിഫ്ലവർ ഫ്രൈ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുന്നുണ്ട്. തൊട്ട് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ള കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കായപ്പൊടി, ഇത് മൂന്നും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് മാവിൽ നമുക്ക് ഫുഡ് കളർ യൂസ് ചെയ്തിട്ട് നോക്കിയാലോ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ റെഡ് കളർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഒരു നുള്ള് ഇത്രയും എടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും എടുക്കുന്നില്ല. നമുക്ക് അതും കൂടി ഇട്ടിട്ടൊന്ന് പരീക്ഷിക്കാം. ഓക്കെ, നമുക്ക് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ഓയിൽ വറുത്തെടുക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് ഒരു ചെറിയൊരു സോസ് നമുക്ക് തയ്യാറാക്കാം. അതിന് കുറച്ച് മുളക് പൊടി, കുറച്ച് പുളി, കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര. അപ്പോൾ ഇതെല്ലാം ഇട്ട് നല്ലോണം പുളിയൊക്കെ നല്ല കൈ കൊണ്ട് തന്നെ ഞരണ്ടി നല്ല യോജിപ്പിച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ ഡിപ്പ് ചെയ്തിട്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം. ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു സംഭവം തന്നെ അടിപൊളിയാണ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എല്ലാം റെഡിയായി. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.